Morning all. Good morning, ma'am. ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ആഘോഷിച്ചോ? ഓ ശരിയായിരുന്നു. എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്. ഓണം ആഘോഷിച്ചില്ലായിരുന്നു? അതെ മാം, ആഘോഷിച്ചു. അപ്പൊ നമുക്ക് പഠനത്തിലേക്ക് കിടക്കാം അല്ലെ? നമ്മള് എവിടെ വരെയാ എടുത്തു നിർത്തിയത്? മാം, നേച്ചർ ഓഫ് എംപ്ലോയർ റിലേഷൻസിന്റെ 4 പോയിന്റ് വരെ കഴിഞ്ഞു. ഇനി സ്കോപ്പ് അടുത്ത് തുടങ്ങണ്ടേ. അപ്പൊ നിങ്ങള് ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ വായിച്ചു നോക്കി കാണുമായിരിക്കും അല്ലെ? ഇനി എന്തായാലും നമുക്ക് സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് തുടങ്ങിയാണ് ഇപ്പൊ എടുക്കേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? യെസ് മാം. Okay. സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എംപ്ലോയീസ് റിലേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് ആ ബിസിനസ് നന്നായിട്ട് തന്നെ റണ്ണിങ് ആവുള്ളൂ അല്ലെ? തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവിടെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ സ്മൂത്ത് ആയിട്ട് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് പോവാനായിട്ട് സാധിക്കില്ല. കാരണം ചിലപ്പോൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള യൂണിയൻ നേതാക്കളൊക്കെ ആയിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവര് ഉദ്ദേശിച്ച ആ ഒരു ഗെയിം അല്ലെ, ആ ഒരു എയിമിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് വേണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തിയെ കുറിച്ച് എടുക്കുമ്പോഴും അല്ലെ ഒത്തിരി വൈഡായിട്ടുള്ള ഒരു സ്കോപ്പാണ് എന്താണ് എംപ്ലോയർ റിലേഷൻഷിപ്പിനുള്ളത്. നോക്കാം. The scope of industrial relations comprises all sorts of relations in an industry, like creating and nurturing useful and friendly labor management relations, industrial harmony and industrial democracy. Okay, നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അല്ലെ, ഒരു ഐക്യത്തിന്റെ ഒരു ഇത് വ്യവസായ ബന്ധം എന്ന് പറയുന്നത് കുറെ പരിമിതിയുണ്ട് അല്ലെ. അതിന് ഒരുപാട് റിലേഷൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോണ്ടാക്ട് അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ പരിധിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു അല്ലെ ആ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതിന് മൊത്തം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഒരു സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐക്യത്തോട് കൂടിയിട്ട് ബന്ധപ്പെട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഫ്രണ്ട്ലി നേച്ചറിനോട് കൂടിയിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമാണ് അവിടെ ഐക്യത്തോട് കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫ്രണ്ട്ലി നേച്ചറിനെ പരിപോഷിപ്പിക്കുക അല്ലെ, നർട്ടറിംഗ് എന്ന് പറയുമ്പോൾ അതിനെ പരിപോഷിപ്പിച്ച് ഉപയോഗപ്രദമാക്കിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. In any industry, the workers who work with each other not only influence the worker relations, but also influence the social, economic, political, professional, and moral lives of individual doing jobs at the various organizations. നമുക്കറിയാം അവിടെ ഒരു ചെറിയ പരിധിയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താണ് അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല അവിടെ അവശേഷിക്കുന്നത്. ആണോ? അങ്ങനെ ഒരു കാര്യം മാത്രമാണോ അവിടെ ഉണ്ടാവുക?
അല്ല, നമ്മൾ കണ്ടതാണ് അല്ലെ. അവിടെ സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, തൊഴിൽപരമായിട്ട് മറ്റ് ഇൻഡസ്ട്രിയിലുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിൽ പല കാര്യങ്ങളും പൊരുത്തപ്പെട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, ഒരു കൺട്രിയിൽ നമ്മൾ എന്താണ് എക്സ്പോർട്ട് ചെയ്ത് അയക്കണമെങ്കിൽ തന്നെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എന്താണ് അവിടെയുള്ള രാജ്യത്തിന്റെ ആ ഒരു ഭരണാധിപന്മാര് തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലാണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സെയിൽ ചെയ്യാനൊക്കെയുള്ള അവസരം ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി എന്ന് നമ്മൾ ബോർഡർ എടുക്കുമ്പോൾ അതിലെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. പല കാര്യങ്ങളും പ്രചോദിപ്പിക്കുന്നുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളാണ്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, പ്രൊഫഷണൽ ആൻഡ് moral lives of individuals doing job at various organization അല്ലെ. വ്യത്യസ്ത ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരെ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ജീവനക്കാരികളുടെ വ്യക്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാവരായിട്ടും അല്ലെ, എല്ലാ മേഖലകളിലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇൻഡസ്ട്രി ഈസ് എ സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് ഇൻ ഇറ്റ്സെൽഫ്. Currently, the scope of employee relations comprise of the following fields. Okay, നമ്മളിപ്പോ ഒരു ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെ, ഇൻ കേസ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത് വികസിച്ചു കിടക്കുന്ന ഒരു വ്യാപ്തിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, അവിടെ പലതരത്തിലുള്ള ബെറ്റർ റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലേക്ക് പലതിനെയും നമ്മൾ തരണം ചെയ്തു പോകണം അല്ലെ. ഒരു ഇൻഡസ്ട്രി എന്ന ഒരു കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, പലതരത്തിലുള്ള തർക്കങ്ങൾ സോൾവ് ചെയ്തു പോകാൻ അല്ലെങ്കിൽ എന്താണ് ഹാർമണി അല്ലെ, അവരുടെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പലതരത്തിലുള്ള ഫീൽഡുകൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. താഴേക്ക് അതിന്റെ പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. ഓക്കെ ആണോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? ആണോ? സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യാലോ? പോയിന്റ് നോക്കാം. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്താണ്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ എന്താ അറിയാം അല്ലെ, ഒരു പങ്കാളിത്തം, മാനേജ്മെന്റുമായിട്ട് ഒരു പങ്കാളിത്തം വേണമെന്നുള്ളത്. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്? ഈസ് ഓൾസോ നോൺ ആസ് എന്താണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഓർ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. അത് നോട്ട് ചെയ്യുക. പല പേരിലും നമ്മൾക്ക് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിനെ അറിയപ്പെടാം അല്ലെ. ഏതൊക്കെ പേരിൽ അറിയപ്പെടാം? പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി തൊഴിലാളികളെയും കൂടി കൂട്ടി നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെ, അവർക്കും കൂടി ഒരു ഇൻവോൾവ്മെന്റ്, ഒരു പങ്കാളിത്തം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളരെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ല രീതിയിൽ തന്നെ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് പരിശ്രമിക്കും അല്ലെ. അപ്പൊ അതാണ് അവിടെ എടുത്ത് പറയുന്നത്. It involves employees in the process of decision making of the organization by contributing in actions such as forming work schedules, goal settings, and giving ideas or suggestions. Okay, നമ്മളിപ്പോ ഒരു തീരുമാനം അല്ലെ, ഒരു ഇത്രയും ഈ ഒരു മന്തിൽ ഉത്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഇത്രയും സർവീസുകൾ പ്രദാനം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തീരുമാനം നമ്മൾ തീർച്ചയായിട്ടും എടുക്കുമ്പോൾ അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അവരുടെയും കൂടി ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അതില് ഗോയിങ് കേസ് ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ മാത്രമല്ല അല്ലെ, ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും സജഷൻസ് അല്ലെ, നിർദ്ദേശങ്ങൾ വയ്ക്കുമ്പോൾ അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഷെഡ്യൂൾസ്, വർക്ക് ഷെഡ്യൂൾ ക്രമീകരിക്കുമ്പോൾ അല്ലെ, വർക്കുകൾ എങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങണം അങ്ങനെയൊക്കെയുള്ള ഒരു ക്രമീകരണം നടത്തുമ്പോൾ, അതിന്റെ ഫോർമേഷൻ ഉണ്ടാക്കുമ്പോഴൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള എംപ്ലോയീസിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അല്ലെ, തർക്കങ്ങളൊന്നും ഇല്ലാതെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നോട്ട് ചെയ്യുക. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് is also known as participatory management, participative decision making or employee involvement. ഇനി അതിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്തിനെല്ലാം ഇൻവോൾവ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് അല്ലെ, പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് ഓർഗനൈസേഷൻ ബൈ കോൺട്രിബ്യൂട്ടിംഗ് ആക്ഷൻസ് സച്ച് ആസ് അല്ലെ, എന്താണ് പറയുന്നത്? ഫോമിംഗ് വർക്ക് ഷെഡ്യൂൾസ്,
ഗോൾ സെറ്റിംഗ്സ് ആൻഡ് ഗിവിംഗ് ഐഡിയാസ് ഫോർ സജഷൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എംപ്ലോയീസിനെയും കൂടിയും പങ്കാളിയാക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തോ? 2 കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞു. നോട്ട് ചെയ്ത് പോവാം. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാലോ. ഫസ്റ്റ് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റിലെ ഫസ്റ്റ് പോയിന്റ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. സെക്കൻഡ് വൺ കണ്ടിന്യൂ ചെയ്യാലോ. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. ഓക്കെ, എന്താണ് നെക്സ്റ്റ്? ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. എന്താണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്? തർക്കങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കും അല്ലെ, പരിഹാരം കണ്ട്. ഇനി discrepancy in industrial relations can give rise to industrial disputes. Okay, നമുക്കറിയാം ഏതൊരു വലിയൊരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ ചെറുതാണെങ്കിൽ കൂടിയും എന്താണ് അവിടെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് സ്ട്രൈക്സ്, എന്താണ് പ്രൊട്ടക്ട്സ്, then ലോക്കൗട്ട്സ്, കട്ട്ബാക്സ്, ഫ്രീ ഓഫ് എംപ്ലോയി എക്സെട്ര. അതായത് നമുക്കറിയാം സ്ട്രൈക്കും ലോക്കൗട്ടുകളൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലെ. എന്തെങ്കിലും അവര് വർക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിൽ സ്ട്രൈക്ക് നടത്തും, ലോക്കൗട്ട് അവരിൽ നിന്ന് തൊഴിൽ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെ. ആ ഒരു നിശ്ചിതദാർഢ്യത്തോടു കൂടിയിട്ട് എന്തെങ്കിലും നേടിയെടുക്കാം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ലോക്കൗട്ട് നടത്താം. കട്ട്ബാക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ലെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലെ, എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതിനൊക്കെ വിട്ടുപോയി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. കാരണം ചില ഗോളുകൾ, ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ തന്നെയായിരിക്കും. കാരണം എന്തെങ്കിലും തർക്കങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവര് സഹകരിക്കാത്തത് അല്ലെ. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 is a major legislation for identifying and resolving the industrial disputes. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ അല്ലെ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അതിന്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്താണ് അതിന്റെ നീതിന്യായ രീതിയിൽ തന്നെ ഇതിനൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആ ആക്ടിന്റെ കീഴിൽ അനുസൃതമായിട്ടായിരിക്കും ഇവരുടെ തരത്തിലുള്ള ഈ എംപ്ലോയീസിന്റേതായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആണ് നെക്സ്റ്റ് ഒരു സ്കോപ്പ് എടുത്ത് പറയുന്നത്. അതില് നോട്ട് ചെയ്യേണ്ട പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഓക്കെ, ഇപ്പൊ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിനെ പരിഹരിക്കേണ്ടതുണ്ട്. ആ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ആക്ട് എന്താണ് പറയുന്നത് ആ ആക്ടിന്റെ കീഴിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ലോക്കൗട്ടും അല്ലെങ്കിൽ കൺട്രാക്ട്സ് ഒക്കെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുന്നു. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഒരു ഓർഗനൈസേഷൻ വലിയ വലിയ കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള യൂണിയനുകൾ പ്രവർത്തിക്കും. ചിലപ്പോ ഒരു തരത്തിലുള്ള അല്ലെ ഒരു യൂണിയന്റെ ഇതുകൾ തന്നെയായിരിക്കും. ചിലപ്പോ 1-2 യൂണിയനുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ സ്ഥാനം കരസ്ഥമാക്കിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നതാവും. തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനുകൾ അവരുടെ നേതൃത്വത്തിലായിരിക്കും എംപ്ലോയീസിന്റേതായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം മാനേജ്മെന്റിനെ അറിയിച്ച് അവരത് നേടിയെടുക്കുന്നത് അല്ലെ. Trade union, trade union is a long-lasting association created by employees in order to gain benefits out of the industry. Okay, വ്യവസായത്തിൽ നിന്ന് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ആരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ട്രേഡ് യൂണിയൻ. പ്രധാനമായിട്ടും ആരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടായിരിക്കും രൂപീകരിക്കുന്നത്? ചോദ്യം മനസ്സിലായോ? ട്രേഡ് യൂണിയനുകൾ ആരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടായിരിക്കും രൂപീകരിച്ചിരിക്കുന്നത്? എംപ്ലോയീസ്. ഓക്കെ, തൊഴിലാളികളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടായിരിക്കും അല്ലെ. അപ്പൊ തൊഴിലാളികളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്
അവിടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് യൂണിയനുകൾ, അതിനെ പറയുന്ന പേരുകളാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയാൻ വ്യത്യസ്ത പേരുകളിലൊക്കെ ആയിരിക്കും ആ യൂണിയനുകൾ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പെർമനന്റ് അസോസിയേഷൻ ഓഫ് വർക്കേഴ്സ് ഫോമഡ് വിത്ത് ദ എയിം ഓഫ് എൻഹാൻസിംഗ് ആൻഡ് സസ്റ്റൈനിങ് their വർക്കിംഗ് എൻവയോൺമെന്റ്. നിലവിലുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അവരുടേതായിട്ടുള്ള വർക്കേഴ്സിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്കറിയാം. എപ്പോഴും സാലറി മാത്രം കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഇവര് ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ട്രൈക്കും ലോക്കൗട്ട് ഒക്കെ നടത്തുന്നത് അല്ലെ. ചിലപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ചിലപ്പോൾ ഷിഫ്റ്റിംഗ് ടൈമിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ അധികമൊക്കെ മറ്റുള്ളവർക്കൊക്കെ കൂട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും അവര് ട്രേഡ് യൂണിയന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും ബാധിക്കാനായിട്ട് മുതിരുന്നത് അല്ലെ. ഇറ്റ് ഈസ് എ പെർമനന്റ് അസോസിയേഷൻ. എന്താണ് പെർമനന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ അല്ലെ. ട്രേഡ് യൂണിയൻ പെർമനന്റ് അസോസിയേഷൻ ഓഫ് വർക്കേഴ്സ് formed with the aim of enhancing and sustaining their work environment. Okay, അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യത്തോടു കൂടി ഏതെങ്കിലും ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കും അത് ഫോം ചെയ്യുന്നത്. ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരേക്കും അത് പെർമനന്റ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു അസോസിയേഷൻ ആണ് ട്രേഡ് യൂണിയൻ. ഓക്കെ, ഇപ്പൊ ട്രേഡ് യൂണിയൻ തീർച്ചയായിട്ടും എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ട എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ ആയ ട്രേഡ് യൂണിയനെ മറിച്ച് എംപ്ലോയേഴ്സിനും അല്ലെ തൊഴിലുടമകൾക്കും അവരുടേതായിട്ടുള്ള സംഘടനകൾ. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് ആൻഡ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഇൻ ഇൻഡസ്ട്രി റിലേഷൻസ്. ഓക്കെ, വ്യവസായ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ആർക്കുള്ളത്? എംപ്ലോയേഴ്സിനുള്ളത്. എംപ്ലോയീസ് ഓർഗനൈസേഷൻ മെയ്ഡ് അപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ് അല്ലെ. അതൊരു ബിസിനസ് എന്റർപ്രൈസ് കൊണ്ട് തന്നെയാണ് ആ ഒരു ഓർഗനൈസേഷനും രൂപം കൊള്ളുന്നത്. തീർച്ചയായിട്ടും അവർ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടാണ് വ്യവസായത്തില് പ്രവർത്തിക്കുന്നത്. ഇൻ ഇന്ത്യ ദ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ് ആൻഡ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ് ആർ ദ മേജർ അസോസിയേഷൻസ് ഫോർ ഇന്ത്യൻ എംപ്ലോയേഴ്സ്. ഓക്കെ, ഇന്ത്യൻ എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള സംഘടനകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാം. CIE ഓർ അല്ലെ, അല്ലെങ്കിൽ AIOE അല്ലെ. ഇതെല്ലാം എന്താണ്? എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനുകളാണ്. അത് നോട്ട് ചെയ്യുക. എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള, എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോൾ തൊഴിലുടമകൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. എന്താണ്? GCIയും GCEയും CIEയും AIOEയും. ഓക്കെ, അത് അബ്രിവേഷനിലൊക്കെ മസ്റ്റായിട്ടും പഠിക്കുക. അതോടൊപ്പം തന്നെ എക്സ്പാൻഡഡ് ഫോമും മനസ്സിലാക്കി തന്നെ വെക്കുക. എന്താണ്? കൗൺസിൽ ഇന്ത്യൻ എംപ്ലോയേഴ്സ്. നെക്സ്റ്റ് എന്താണ്? AIOE എന്ന് പറയുന്നത് ഓൾ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്. മറ്റേത് ചെറുതാണ് അല്ലെ, കൗൺസിൽ ഇന്ത്യൻ എംപ്ലോയേഴ്സ്. ഇത് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്. അങ്ങനെ രണ്ട് ലേബലിലാണ് അറിയപ്പെടുന്നത്. അതായത് ഈ രണ്ടും എംപ്ലോയേഴ്സുമായി ബന്ധപ്പെട്ട അസോസിയേഷനുകളാണ്. ഇനി they include members from employers organizations which consist of representative organizations, chambers of commerce and trade and the industry association of the public sector. ഓക്കെ, നമുക്കറിയാം ഇത് തൊഴിലുടമ അല്ലെ, തൊഴിലുടമകള് അവരാണ് ഇതില് പ്രാതിനിധ്യം വഹിക്കുന്നത്. which consist of representative of organizations, chambers of commerce and trade and the industry association of the public sector. പബ്ലിക് സെക്ടറിൽ നിന്ന് എന്താണ്? അതേമാതിരി തന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടവർ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അസോസിയേഷനും എല്ലാം തന്നെ ഒന്നിച്ചാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് which consist of a representative of organization, representative അല്ലെ, ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ്സ്. അതേമാതിരി തന്നെ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ് ആൻഡ് ദ ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ. ഓക്കെ അല്ലേ? ആ ഷോർട്ട് ഫോമുകൾ നോട്ട് ചെയ്ത് പോവുക. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷനുകളാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അതും നോട്ട് ചെയ്യാം. ഓക്കെ, കേളേ
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപേശി മേടിക്കുന്നത് അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നത് എന്തുകൊണ്ടാണ്? ആരായിരിക്കും കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നത് എപ്പോഴും? ആരായിരിക്കും? വിലപേശി നമ്മള് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ആരായിരിക്കും എപ്പോഴും? എംപ്ലോയർ ആണോ എംപ്ലോയി ആണോ? കസ്റ്റമേഴ്സ് വിലപേശി മേടിച്ചെടുക്കാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ആണ് അവര് കളക്റ്റീവ് ബാർഗൈൻ ചെയ്യും. ഓക്കെ, ഈ എംപ്ലോയർ എംപ്ലോയി ആണെങ്കിൽ അവിടെ ആരായിരിക്കും? എംപ്ലോയർ ആയിരിക്കും എംപ്ലോയി ആയിരിക്കും? അതായത് മാനേജ്മെന്റ് എംപ്ലോയർ ആണോ? എംപ്ലോയി. ഓക്കെ, നമുക്കറിയാം ഒരു സാലറി തരുന്നത് ആരാണ്? എപ്പോഴും തൊഴിലുടമയാണ് അല്ലെ. തൊഴിലുടമയാണ് സാലറി അല്ലെങ്കിൽ ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന ഷിഫ്റ്റ് അങ്ങനെയൊക്കെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. അപ്പൊ എംപ്ലോയിക്ക് അത് നേടിയെടുക്കാൻ പറ്റിയില്ല എങ്കിലാണ് അവര് എന്താണ് വിലപേശി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് അല്ലെ. ഇപ്പൊ ചിലപ്പോൾ അടുപ്പിച്ച് ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആണ് ഡ്യൂട്ടി ചെയ്യുന്നെങ്കിൽ അവർക്ക് ചിലപ്പോ ആണെങ്കിൽ ഒരു ലീവോട് കൂടിയ അല്ലെ ഒരു സാലറിയോട് കൂടിയ ലീവൊക്കെ അനുവദിക്കേണ്ടതുണ്ടാവും. അപ്പൊ അതൊക്കെ അവരെന്താണ് അവര് ചിലപ്പോ അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്തൊക്കെ അവര് നേടിയെടുക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പൊ ഇത്രയും അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും കുറെ നിയമാവലികളുണ്ട് അല്ലെ, ആക്ടുകളുണ്ട്. ആ ആക്ടിന്റെ കീഴിൽ തന്നെ അത് മിനിമം വേജസ് ആക്ട്, ഫാക്ടറി ആക്ട്, അങ്ങനെ കുറെ ആക്ടുകളൊക്കെ ഉള്ള കാരണം ആ ഒരു ആക്ടിന്റെ കീഴിൽ തന്നെ അവര് നേടിയെടുക്കേണ്ടതുണ്ട്. ഈ കേസ് ചിലപ്പോഴെങ്കിലും അല്ലെ അധികമായിട്ട് ഒരു ഡ്യൂട്ടി ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും അധികം സാലറി ഒന്നും ലഭ്യമല്ലാതെ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ബാർഗെയിൻ ചെയ്തിട്ടായിരിക്കും അല്ലെ, വിലപേശിയിട്ടായിരിക്കും അവരവരുടെ നേട്ടങ്ങൾ നേടിയെടുക്കുന്നത്. നോക്കാം. ഇഫ് എ കൺട്രി സ്ട്രൈവ്സ് ഫോർ എക്കണോമിക് ഗ്രോത്ത്, മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് പീസ് ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്കറിയാം ഏതൊരു രാജ്യമാണെങ്കിലും അവരുടെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എന്താണ് വ്യാവസായികമായിട്ടുള്ള ഐക്യം അല്ലെ, അതൊക്കെ സമാധാനത്തോട് കൂടിയിട്ട് പോകുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫേഴ്സ് ടു ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ട്രാൻസാക്ട് അണ്ടർസ്റ്റാൻഡിംഗ്, acceptance and a sense of a partnership among the worker and the capital. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികള് അവരുടേതായിട്ടുള്ള മൂലധനവും അല്ലെ ഒന്നും കൂടി ഒന്നിച്ച് അവരെന്താണ് കൈകാര്യം ചെയ്തു. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ ഇത്രയും സാലറി നിങ്ങളുടെ സേവനത്തിന് ലഭ്യമാക്കാം എന്നുള്ളത് എഗ്രിമെന്റ് ഉണ്ടാവും അല്ലെ. നമുക്ക് ഇത്രയും ആയിരിക്കും സാലറി എന്നുള്ളത് നേരത്തെ കൂട്ടി പറയും. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ആക്സെപ്റ്റൻസ് ആൻഡ് സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് അല്ലെ. അവിടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവർ മനസ്സിലാക്കി പോകണം. അതോടൊപ്പം തന്നെ എല്ലാം സ്വീകരിക്കണം. ഓക്കെ, ഇന്ന് ഇത്രയും സാലറിക്കാണ് നാം അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ, നമ്മുടേതായിട്ടുള്ള എഫേർട്ടുകൾ അവിടെ കൊടുക്കുന്നത് നമ്മൾക്ക് ഇത്രയും ഒരു സാലറി നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അവർ ഇത്രയും മൂലധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ജോലി തരുന്നത് ഇത്രയുമുള്ള ഒരു സാലറിയുടെ ബേസിലാണ്. Collective bargaining is an official procedure that comprises negotiation and information sharing between employees and employers. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചർച്ച അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തൃപ്തികരമല്ല എങ്കിൽ അല്ലെ, തൊഴിലാളികൾക്ക് അവരുടെ ജോലി ചെയ്തിട്ട് അനുസൃതമായിട്ടുള്ള വേതനം ലഭ്യമാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ ചർച്ചകൾ വിളിക്കും അല്ലെ. ചർച്ചകൾ വിളിക്കുകയും തൊഴിലുടമ തീർച്ചയായിട്ടും പറയും ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ച സംഘടിപ്പിക്കാം, ഓക്കെ നിങ്ങളുടേതായ പ്രോഗ്രാംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അവസാനം നമുക്ക് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം അല്ലെ. ആ ഒരു രീതിയിൽ ഒരു നെഗോഷിയേഷൻ അവിടെ ആരംഭിക്കുകയും അതിന്റെ തുടർച്ചയെന്നോണമായിരിക്കും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അല്ലെ. റിസൾട്ടിങ് ഇൻ ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ടു ബോത്ത് ദ പാർട്ടീസ്. ഓക്കെ, നമ്മളൊരു ചർച്ച വരുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയി പറയുന്ന എല്ലാം അനുവദിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുമോ? എംപ്ലോയി പറഞ്ഞ ഇത്ര സാലറി കൂട്ടി തരണം, ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ സാലറി തരണം, അല്ലെങ്കിൽ ഞങ്ങളെ ട്രിപ്പ് കൊണ്ടുപോകണം, അങ്ങനെ എന്തോ അല്ലെ. എംപ്ലോയി പറയുന്നത് എല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തൊഴിലുടമ തയ്യാറാവുമോ?
എംപ്ലോയർ തയ്യാറാവുമോ? ആവോ? ഇല്ല അല്ലെ. അവിടെ ഒരു ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കും. തീർച്ചയായിട്ടും ചർച്ചയുടെ ഫൈനലൈസേഷനിലായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ അവരെടുക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ this process involves both the parties. However, in many countries the government plays a vital role in encouraging collective bargaining by creating relevant law for it. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് പ്രധാനമായിട്ട് അല്ലെ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോൾ അവിടെ ഒരു ലോ, ഒരു നിയമമാണ് അവിടെ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു നെഗോഷിയേഷൻ സംഘടിപ്പിക്കുന്നു. തൊഴിലാളികൾ തമ്മിൽ തൊഴിലാളികളെ എന്താ കൂട്ടായി തൊഴിലുടമയും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ഫൈനലൈസേഷൻ ഡിസിഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ കളക്റ്റീവ് ബാർഗൈനിങ് വരുമ്പോൾ അതൊരു റെലവെന്റ് ലോ ആയിട്ട് അല്ലെ നിയമമായിട്ട് അവശേഷിക്കുന്നു. ഹെൻസ് അവശേഷിക്കുകയാണ് ആ ഒരു ലോ ആയിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഹെൻസ് കളക്റ്റീവ് ബാർഗൈനിങ് റിസൾട്ട്സ് in a consent called the union contract, collective agreement or labor contract. Okay, ആ ഒരു 3 പേര് നോട്ട് ചെയ്യേണ്ടതാണ്. കളക്റ്റീവ് ബാർഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗോഷിയേഷൻ സംഘടിപ്പിച്ചിട്ടാണ് ബാർഗെയിൻ ചെയ്യുന്നത്. അതിന്റെ ഫലം അല്ലെ റിസൾട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കൺസെന്റ് കോൾഡ് യൂണിയൻ കോൺട്രാക്ട്. അവർ തമ്മിലൊരു വ്യാപാര ബന്ധത്തിലൊക്കെ അല്ലെ അവിടെ യൂണിയൻ നേതൃത്വത്തിലെ കുറെ എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്നു. കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട്. അപ്പൊ ആ ഒരു ബേസിലായിരിക്കും പിന്നീട് ചർച്ചകൾക്ക് ശേഷം അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുകയും അവരുടേതായിട്ടുള്ള ഏണിങ്സുകളെല്ലാം കൈപ്പറ്റുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. 5 പോയിന്റ് സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, once again, okay, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. This process involves both the parties. However, in many countries, the government plays a vital role in encouraging collective bargaining by creating a relevant law for it. Okay, നമുക്കറിയാം ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ വിലപേശി നേടുന്നതാണ് അല്ലെ. നമുക്കറിയാം അത് അവര് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ അവര് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. എംപ്ലോയീസ് അവരുടേതായിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമകൾക്ക് അവരുടെ ഫേവറബിൾ കൂടി നോക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒരു കോസ്റ്റ് ഹൈ ആക്കിയിട്ട് എംപ്ലോയി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചെന്ന് വരില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവർ നിരത്തി വയ്ക്കും. അപ്പൊ അങ്ങനെ ഒരു ലോ അല്ലെ, ഒരു തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റിംഗ് റെലവെന്റ് ലോയിലേക്ക് അത് വരുന്നു, ഒരു സൃഷ്ടിയിലേക്ക് അത് എത്തിപ്പെടുന്നു അല്ലെ.
ഹെൻസ് അതുകൊണ്ട് തന്നെ പറയാണ് ഗവൺമെന്റ് ആണെങ്കിലും ഒരു പ്രധാനപ്പെട്ട റോൾ ഇതിൽ വരുന്നുണ്ട്. മധ്യസ്ഥത്തിലേക്കൊക്കെ എത്തിപ്പെടേണ്ട ഒരു ആവശ്യകത വരുന്ന അത്രയും ഒരു ഡിസ്പ്യൂട്ട് വരികയാണ്. തർക്കങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മധ്യസ്ഥനായിട്ട് തന്നെ ഗവൺമെന്റിന്റെയും കൂടെ കക്ഷികളൊക്കെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്തു പോകുന്നത്. അതിനുശേഷമായിരിക്കും ഒരു നിയമാവലിയൊക്കെ ലഭ്യമാക്കി വരുന്നത്. ഓക്കെ, hence a collective bargaining result in a consent holder യൂണിയൻ കോൺട്രാക്ട്, collective agreement or a labor contract. ഓക്കെ, അത് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിന്റെ ഫലം എന്ന് പറയുന്നതിന് നമുക്ക് പലതരത്തില് വിശേഷിപ്പിക്കാം. എന്താണ് യൂണിയൻ കോൺട്രാക്ട്, കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട് എന്നൊക്കെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ചിലപ്പോ അല്ലെ നമ്മളൊരു ഇൻഡസ്ട്രി ആണെങ്കിലും എന്താണ് ആദ്യം എന്തെങ്കിലും തർക്കങ്ങൾ വരുമ്പോൾ ആദ്യം എന്താണ് പറഞ്ഞു തീർക്കാൻ നോക്കും അല്ലെ. പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മധ്യസ്ഥനെ നമ്മൾ ഉൾപ്പെടുത്തും. ആ മധ്യസ്ഥനെയും കൂടി ഉൾപ്പെടുത്തി പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് കേസ് ഫയൽ ചെയ്ത് കോടതിയെയും കൂടി ഉൾപ്പെടുത്തി അല്ലെ അവര് കൈകാര്യം ചെയ്തു പോകാനായിട്ട് പോകും. അങ്ങനെ അവസാനം എന്താണ് അവിടെ ഒരു ലോ അല്ലെ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ അതിനെ പലതരത്തിലും അറിയപ്പെടാനായിട്ടുണ്ട്. യൂണിയൻ കോൺട്രാക്ട്, കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് ഈ ലോനെ വിശേഷിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നോട്ട് ചെയ്തോ പോയിന്റ്? നോട്ട് ചെയ്തില്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലേബർ ലെജിസ്ലേഷൻ. എന്താണ് ലേബർ ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ തൊഴിലാളി നിയമനിർമ്മാണം അല്ലെ, തൊഴിലാളികളുടെ നിയമനിർമ്മാണം. In order to improve health and welfare of workers, labor legislation came into existence. Okay, അവിടെ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ലേബർ എക്സിസ്റ്റൻസ് ലേബർ ലെജിസ്ലേഷൻ വരാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ്, അവിടെയുള്ള തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിയാണ് അങ്ങനെ ലേബർ ലെജിസ്ലേഷൻ കെയിം ഇൻടു എക്സിസ്റ്റൻസ്. അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ മാതിരിയുള്ള നിയമവ്യവസ്ഥകളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അത് നമുക്കറിയാം എന്താണ് ഈ ഒരു നിയമത്തിന്റെ പ്രാബല്യത്തോടു കൂടിയിട്ട് അല്ലെ തൊഴിലാളികളുടെ നിയമനിർമ്മാണമാണ്. അത് നിയമനിർമ്മാണം എങ്ങനെ വരുന്നുള്ള കാര്യം നമ്മൾ കണ്ടു അല്ലെ. പരസ്പരം എന്താണ് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നെഗോഷിയേഷൻ നടത്തുന്നു. നെഗോഷിയേഷനൊപ്പം ചിലപ്പോൾ എന്താണ് ഒരു മൂന്നാമതൊരു കക്ഷി പങ്കുചേരുന്നു. അങ്ങനെയെല്ലാം അവസാനമാണ് അവിടെ എന്താണ് ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെടുന്നത്. ആ റിസൾട്ട് ലോ ആയി മാറുന്നു. അങ്ങനെ ഒരു ലേബർ ലെജിസ്ലേഷൻ അവിടെ നിയമാവലിയായിട്ട് ലഭ്യമാകുന്നു. In order to improve health and welfare of workers, labor legislation came into existence. അവിടെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അതായത് ലേബർ ലെജിസ്ലേഷൻ വഴി അതെല്ലാം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു അല്ലെ. നമ്മളിപ്പോ ഒരു തീരുമാനം എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ ആ തീരുമാനം പിന്തള്ളി മറ്റൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അല്ലെ. അതിന് ഒരു അംഗീകാരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരത്തോട് കൂടിയിട്ട് അത് പ്രാബല്യത്തിൽ നടപ്പാക്കേണ്ട അവസ്ഥയുണ്ട് അല്ലെ. അതാണ് ലേബർ ലെജിസ്ലേഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീവനസ് റിഡ്രസൽ, പരാതി പരിഹാരം അല്ലെ. പരാതി പരിഹാരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസ് കുറെ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷിയേഷൻ ഒക്കെ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ. ഈ അത്തരത്തിലുള്ള പരാതി പരിഹാരം തന്നെയാണ് പറയുന്നത്. എംപ്ലോയീസ് ഗ്രീവനസ് ആർ കണക്റ്റഡ് ടു ദ കോൺട്രാക്ട് per rule or regulation, policy or procedure, health and safety regulations. Okay, past practice, changing the cultural norms, unilaterally, individual victimization, wages, bonus, etc. Okay, anyway, പലതരത്തിലുള്ള പ്രോബ്ലംസ് എംപ്ലോയിയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ. ഒരു പക്ഷെ അവർക്ക് നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പണ്ട് കാലത്ത് അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളുടെ ആ ഒരു
ഇതാവാണ്ട് അവശേഷിപ്പിക്കുക എന്തായാലും ഇപ്പൊ ഈ ന്യൂജൻ പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ പുതിയ പുതിയ വാഗ്ദാനങ്ങൾ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പഴയ അവരുടെ ജീവനക്കാരും എന്താണ് പല സ്ട്രൈക്കും ലോക്കൗട്ടിനൊക്കെ വരുന്നത്. കാരണം അവര് അത്രയും കാലം വർക്ക് ചെയ്തിട്ട് അവരെ പരിഹരിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെല്ലാം എന്താണ് പരിഹരിച്ച് ലഭ്യമാക്കേണ്ടത്. ഇൻ കേസ് എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലൊക്കെ അവർ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ പെടാവുന്നതാണ്. അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് connected with the contract, അല്ലെ, connected to the contract, വർക്ക് റൂൾ ഓർ റെഗുലേഷൻസ്, അവിടെ നിയമ നടപടിയുടെ അല്ലെങ്കിൽ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് നയങ്ങള്, നടപടിക്രമങ്ങള്, ഹെൽത്ത് സേഫ്റ്റി റെഗുലേഷൻസ്, ആരോഗ്യവും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമാവലികള്, പാസ്റ്റ് പ്രാക്ടീസ്, ഭൂതകാല അല്ലെ കാര്യങ്ങളെല്ലാം, ചേഞ്ചിങ് ദ കൾച്ചർ നോംസ്, എന്താണ് യൂണിലാറ്ററലി അല്ലെ അവിടെ നമ്മള് ഒന്നിച്ചു നിന്ന് അല്ലെ ഒരേ ഐക്യത്തോടു കൂടിയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോ പല മാനദണ്ഡങ്ങളും വെച്ചിരിക്കുന്നത് എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ, വ്യക്തിപരമായിട്ടുള്ള ഒരു വിവേചനം, വിവേചനം അല്ലെ വിവേചനമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂലിയുമായി ബന്ധപ്പെട്ട് ബോണസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ ബിസിനസ് ഉണ്ടാവാം. എന്താണ് അതിനെല്ലാം പരാതികൾക്ക് പരിഹാരങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്. All these grievances can be resolved through the grievance redressal procedure. നമുക്കറിയാം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പരാതികളും അത് എന്താണ് റിഡ്രസൽ പരാതി പരിഹാര രീതിയിൽ തന്നെ പ്രൊസീജിയർ നടപടിയിൽ തന്നെ അത് പരിഹരിച്ചു പോകാം അല്ലെ. നമ്മളിപ്പോ മിക്കപ്പോഴും എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത് സൺഡേകളിലൊക്കെ അല്ലെ മന്ത്രിയിലൊക്കെ പരാതി പരിഹാര പറഞ്ഞുകൊണ്ടൊരു സമയത്തിൽ പ്രേക്ഷണം ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ കുറെ പരാതികൾ അപ്പൊ ആയിരിക്കും. ആ പരാതികളെല്ലാം തുറന്നു വായിച്ച് അല്ലെ ബന്ധപ്പെട്ടവരൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു രീതി. അത് തന്നെയാണ് ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്നത്. ഒരു കമ്പനി ആവുമ്പോൾ പലതരത്തിലുള്ള പരാതികളുണ്ട്. ഈ പരാതികളെല്ലാം ചർച്ചകളൊക്കെ വെച്ച് സംഘടിപ്പിച്ചതിന് ശേഷമായിരിക്കും എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പലതും പെടാം അല്ലെ. അതിൽ പെടാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്താണ് ഈ പറഞ്ഞ ബോണസ് പ്രശ്നങ്ങള്, അല്ലെങ്കിൽ വിക്ടിമൈസേഷൻ, എന്താണ് സേഫ്റ്റി അല്ലാത്ത കാര്യങ്ങള്, അല്ലെങ്കിൽ യൂണിലാറ്ററലിക്ക് ആയിട്ടുള്ള ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നതാവുന്ന. All these grievances can be resolved through grievance redressal procedure. തീർച്ചയായിട്ടും റിഡ്രസൽ അല്ലെ അവിടെ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് ആ പ്രൊസീജിയർ അവസാനിക്കുന്നത് അല്ലെ. Hence to develop a harmonious industrial relations, to run an unbased, successful and dynamic workplace, grievance handling must be done effectively. ഓക്കെ, നമുക്കറിയാം എപ്പോഴും ഐക്യത്തോട് കൂടിയിട്ട് അല്ലെ നല്ല വ്യവസായം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു കമ്പനി ഉണ്ട്, അതേപോലെ തന്നെ കമ്പനി മറ്റൊരു സ്ഥലത്തുണ്ട് അല്ലെ. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഒരു ഐക്യത്തില് അല്ലെ അവിടെയുള്ള ഒരു രീതി ഫോളോ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും പരസ്പരം ഉള്ള ഒരേപോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത്. കാരണം എന്താണ്, ആൾക്കാർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ അല്ലെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കില്ല. കാരണം ഒറ്റക്കെട്ടായിട്ട് തന്നെ അവര് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പറയാണ് എപ്പോഴും ഐക്യത്തോടു കൂടിയിട്ടുള്ള പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് അത് സക്സസ്ഫുൾ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. കാരണം നമുക്കറിയാം ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറുള്ള വ്യക്തികളാണ് എംപ്ലോയീസ് എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്ത നേച്ചറുള്ള വ്യക്തികളാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്കായിട്ടുള്ള പ്രോബ്ലംസിന് സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഒന്നിച്ച് ഒരേപോലെ തന്നെ പ്രോബ്ലംസ് അഫക്ട് ചെയ്യുന്ന പേഴ്സൺസിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരാതികൾ കണ്ടെത്തി കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മസ്റ്റ് ബി ഡൺ എഫക്റ്റീവ്ലി. എപ്പോഴും നമ്മൾ എന്താണ് അത് കാര്യക്ഷമമായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. എങ്കിൽ മാത്രമാണ് അതിൽ വിജയത്തിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പരിഹാരം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് പറയുന്ന ഒറ്റയൊരുക്ക് പരിഹാരം കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് ഡൈവേഴ്സിറ്റി ഫീൽ ചെയ്യാം. അതല്ല എങ്കിൽ എന്താണ് നല്ല ഒരു ഐക്യത്തോടുകൂടിയ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് ചിലപ്പോൾ അറിയാം ചിലപ്പോൾ ചില കമ്പനികൾ പെട്ടെന്ന് ഒരു തീരുമാനങ്ങൾ എടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇതേമാതിരി തന്നെയുള്ള വേറെ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിലായിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യും. എങ്കിൽ മാത്രമാണ് എല്ലാ കമ്പനിക്കും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, വിജയത്തിലെത്താനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ,
ാണോ ഗ്രേവ്നെസ് റിഡ്രസൽ ജസ്റ്റ് വായിച്ചു നോക്കാം. Okay, so here now, the scope of employees in the relations and industrial relations. My member Kataka Studio and again, points like a mustard like Vikia. Second points are over the participative management, second one dispute settlement, third one trade union, and fourth one employers organization, and active bargaining, labor legislation, redress. Okay. Point ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അബ്രിവേഷൻസ് ഒക്കെ നോട്ടേക്ക് പോവാ. അതേപോലെ തന്നെ വിച്ച് ഇൻക്ലൂഡ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഭാഗത്തേക്ക് പോകാം. Objectives of employees relations. Yeah. Next നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇതേമാതിരി തന്നെ എന്താണ് ലക്ഷ്യങ്ങൾ അല്ലെ, എംപ്ലോയീസ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളാണ്. Following are the objectives of industrial relations. First one എന്താണ്, to protect workers and management's interest. അതായത് ഫസ്റ്റ് അല്ലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോഴും അവിടെ അതിപ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് to protect workers and management's interest. മാനേജ്മെന്റിന്റെ ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ അല്ലെ തൊഴിലുടമയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അതിന് ഒത്തിരി കൂടി സംരക്ഷണം നൽകുക അല്ലെ, ഒത്തിരി കൂടി സംരക്ഷണം ഉറപ്പ് നൽകുക. Protecting the well-being of workers and management by creating excellent understanding and goodwill between the various sections that are responsible for production in the prime objectives of industrial relations. Okay, industrial relations in the prime ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രൈം ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് വേരിയസ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇതുകളാണ് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു തൊഴിലുടമ എന്ന് പറയുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളെല്ലാം വ്യത്യസ്ത നാടുകളിൽ നിന്ന് വ്യത്യസ്ത രീതികളിൽ നിന്നൊക്കെ വന്നേക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മസ്റ്റായിട്ട് നിറവേറ്റും. തീർച്ചയായിട്ടും അവിടെ എന്താണ് അവർക്ക് തൊഴിലുടമകളാണെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു സുരക്ഷിതത്വം അല്ലെ, ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേണ്ട ഒരു അന്തരീക്ഷത്തിൽ ഇപ്പൊ ശുദ്ധമായ വായു, ശുദ്ധമായിട്ടുള്ള വെളിച്ചം, അതേപോലെ തന്നെ ഒരുപാട് ചൂടൊക്കെ എടുക്കുന്നതാണെങ്കിൽ AC ഇതുകള് അല്ലെ. അപ്പൊ അതെല്ലാം എന്താണ് അവിടെ തീർച്ചയായിട്ടും തൊഴിലാളികൾ ആഗ്രഹിക്കുന്നതാണ്, തൊഴിലുടമയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ക്രിയേറ്റിംഗ് എക്സലന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഗുഡ് വിൽ ബിറ്റ്വീൻ ദ വേരിയസ് സെക്ഷൻസ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഇസ് ദ പ്രൈം ഒബ്ജക്റ്റീവ്. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദനശേഷി അല്ലെ, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം, അത് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് അല്ലെ. ഏതൊരു റിലേഷൻഷിപ്പ്, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിലും ഏറ്റവും കൂടുതൽ അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെയുള്ള തൊഴിലാളികൾ അവരുടെ മൊത്തമായിട്ടുള്ള ശേഷി എടുത്ത് അല്ലെ, മൊത്തം ഉൽപാദനക്ഷമതയോട് കൂടിയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു തൊഴിലുടമ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം കണ്ടെത്തി അവർക്ക് ലഭ്യമാക്കുന്നത്, അല്ലെങ്കിൽ അവര് ബാർഗെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ലക്ഷ്യം അല്ലെ, അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അവരെ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് അല്ലെ. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്സ് ഇൻഡസ്ട്രി. ഇരുകൂട്ടരുടെയും താല്പര്യങ്ങൾ മുന്നോട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്, ആ പോയിന്റ് നോട്ട് ചെയ്യാം. കാരണം പ്രൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാല് നോട്ട് ചെയ്ത് പോവാം. Okay, first objectives okay അല്ലേ? Then next one പറയുന്നത് to improve economic status of workers. അതായത് വർക്കേഴ്സിന്റെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റാറ്റസ് അത് ഇംപ്രൂവ് ചെയ്യിക്കുക അല്ലെ, അതൊന്നുകൂടി പരിപോഷിപ്പിച്ച് കൊണ്ടുവരിക. The main of industrial relations is to enhance the economic standing of workers. Yes, ഒരു ചെറിയൊരു പനിയും ഒരു ചെറിയ ചുമയൊക്കെ ഉണ്ട്. അപ്പോ കുഴപ്പമില്ല, എന്നാലും ക്ലാസ് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. To improve economic status of workers അല്ലെ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, the aim of industrial relations is to enhance the economic standing of workers by increasing their wages അല്ലെ. by increasing their wages എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കളക്റ്റീവ് ബാർഗെയിൻ ചെയ്ത് അവര് ഏൺ ചെയ്തെടുക്കുന്ന ബെനിഫിറ്റ്സ് അല്ലെ. നമ്മളിപ്പോ ഒരു അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ അവര് നേടിയെടുക്കുന്നുണ്ട്. ഇൻ കേസ് വേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ട് അലവൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, എനിവേ എന്താണെങ്കിലും അവര് ഏൺ ചെയ്തെടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള എക്കണോമിക് സ്റ്റാൻഡേർഡ് കൂടി അല്ലെ, ഒരു സാമ്പത്തിക നില അല്ലെ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു നല്ല സ്ഥാനം ഒക്കെ അവര് അവരുടേതായിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ അവര് ഇതുവഴി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. And benefits and by assisting the workers in developing an effective budget. നമുക്കറിയാം ഒരു സാലറിക്ക് പുറമേ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് ഫ്രഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവര് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു ബെനിഫിറ്റിൽ നിന്ന് എന്താണ് അവരുടേതായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ അവര് ഡെവലപ്പ് ചെയ്തെടുക്കും അല്ലെ. ഇപ്പൊ ഒരു നല്ലൊരു പൊസിഷൻ, ഇൻ കേസ് നമ്മളിപ്പോ ഒരു എന്താണ് യാത്ര സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് അവർക്ക് ലഭ്യമാക്കുന്നു, അതല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവരുടെ സാലറിക്ക് വലിയ ഒരു മിനിമയം ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ അവർക്കത് സേവിങ്സ് ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് സമൂഹത്തിലും അവിടെ പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അവരുടേതായിട്ടുള്ള
പ്രസ്റ്റീജ് കാര്യങ്ങൾ നേടിയെടുക്കാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവരുടെ സാലറിക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്കത് വിനിയോഗിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം നിയന്ത്രണം അല്ലെ, ഒരു നിയന്ത്രണം അവിടെ ഗവൺമെന്റിന്റെയും കൂടി നിയന്ത്രണം വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നാമതൊരു കക്ഷിയും കൂടിയായിട്ട് ഗവൺമെന്റിനെയും കൂടിയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അവർക്കും കൂടിയും കൺട്രോൾ ഒരു ആക്ട് ഒക്കെ കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതും ഒരു നല്ല രീതിയിൽ നിയന്ത്രണത്തോട് കൂടിയിട്ട് ഒരുപാട് സ്ട്രൈക്കിംഗ് ലോക്കൗട്ടിൽ നിന്നും വന്ന് എന്താണ് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷന് ആകെ ഒരു എന്താണ് പ്രതിസന്ധി ഘട്ടത്തിലൊന്നും ആക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഹാൻഡിൽ control of government of those units that are facing a constant loss or the ones where production is controlled for the benefit of the public. Okay, നമുക്കറിയാം ഒരു പബ്ലിക്കിന്റെയും കൂടി കൺട്രോൾ വരുമ്പോഴല്ലേ അത് തീർച്ചയായിട്ടും ഗുണം തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് നല്ല ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല അവരുടെ ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരുപാട് ലോസ് ഒന്നും അല്ലെ, ഒരു കോൺസ്റ്റന്റ് ലോസ് ഒന്നും നഷ്ടത്തിലേക്ക് പോവാതെ തന്നെ കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എന്താണ് നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ കമ്പനിയൊക്കെ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരും അല്ലെ. അപ്പൊ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കൺട്രോളിങ് കപ്പാസിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇതിന് സാധിക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്താണ് നെക്സ്റ്റ് പറയുന്നത്. ടു എൻഷുർ വർക്കേഴ്സ് ഓക്കെ എല്ലാവരും എടുത്തെടുക്കാൻ പറ്റില്ല, ഇനി ഒരെണ്ണം കൂടി എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ നമുക്ക് വർക്കേഴ്സിന്റെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. ഇറ്റ് എയിംസ് അറ്റ് ഗിവിംഗ് എ ചാൻസ് ടു വർക്കേഴ്സ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നമ്മൾ കണ്ടായിരുന്നു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താണ് മാനേജ്മെന്റിനോടൊപ്പം തന്നെ നിന്ന് തീരുമാനം എടുക്കാനായിട്ട് വർക്കേഴ്സിനും കൂടി സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്കൊരു അല്ലെ ഒരു ഒരു ജോലിയോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു സിൻസിയോറിറ്റിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഡിസിഷൻ എടുക്കാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി പങ്കാളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് എന്തെങ്കിലും ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഓൾസോ ഇൻക്രീസ് വർക്കേഴ്സ് പവർ സോ ദാറ്റ് their problems are solved through joint discussion between the workers and the management. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തെങ്കിലും അല്ലെ പ്രോബ്ലംസ് വരുമ്പോൾ അവർക്കും ഒരു അധികാരമുണ്ട് അല്ലെ സോൾവ് ചെയ്യാനായിട്ട്. കാരണം അവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് തന്നെയാണ് ഡിസിഷൻസ് ഒക്കെ രൂപീകരിച്ച് തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവരും കൂടി തമ്മിൽ പ്രോബ്ലംസ് വരുമ്പോഴും അവരും കൂടി ഡിസ്കഷൻ ചെയ്ത് എങ്ങനെയെങ്കിലും പ്രോബ്ലത്തിനെയൊക്കെ സോൾവ് ചെയ്യണം അല്ലെ. ഇപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഓരോ ചലഞ്ചസുകൾ ഫേസ് ചെയ്യണം അല്ലെ. എപ്പോഴും വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ കാലഘട്ടം ആയതുകൊണ്ട് അതിനൊക്കെ ഫേസ് ചെയ്ത് പോകണം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയർ ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടിയിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അവർക്ക് കൂടിയും അധികാരമുണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് എന്താണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ഇത് സാധിക്കും. ഓക്കെ, 4 പോയിന്റ് വരെ നിങ്ങൾ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആണോ? ഡൗട്ടൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും എന്തായാലും ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാൽ ഹെഡിങ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം.
എന്തൊക്കെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ പോയിന്റ്സിന്റെ ഹെഡിങ്സ് എങ്കിലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി നിങ്ങളുടെ മൈൻഡിലുണ്ടാവും എന്തായാലും ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, അതിന്റെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എക്കണോമിക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നു, ദെൻ എന്താണ് കൺട്രോള്, ഗവൺമെന്റിന് ഒരു കൺട്രോൾ ഉണ്ടാവുന്നു, ദെൻ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു അല്ലെ, ഉറപ്പുവരുത്തുന്നു. അതൊക്കെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.